ജെയ്മീൻ 2026 ഫേസ് 1 ജാനുവരി 23 മോർണിംഗ് ഷിഫ്റ്റിലെ 25ാമത്തെ ചോദ്യം കെമിസ്ട്രിയിൽ നമുക്ക് നോക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഓഫ് CO oxalate thrice 3 complex is n times that Cr oxalate 3 times 3 complex, where n is for delta O very much greater than P എന്ന് പറഞ്ഞാൽ you can neglect pairing energy. Pairing energy is neglected. Pairing energy is neglected. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. From this you can take that pairing energy is neglected. Now ആദ്യമേ നമുക്ക് CO oxalate കോംപ്ലക്സിൻ്റെ കാര്യം എടുക്കാം. CO oxalate thrice 3 കൊബാൾട്ടിൻ്റെ ആറ്റോമിക് നമ്പർ 27 ആണ്. കൊബാൾട്ട് ഇവിടെ +3 ഓക്സിഡൈസ് സ്റ്റേറ്റിലാണ്. കൊബാൾട്ട് 3+ കോൺഫിഗറേഷൻ 3d6 എന്ന് വരും. 3d6 ഇവിടെ ഓക്സലേറ്റ് ഒരു സ്ട്രോങ് ലിഗാൻഡ് പോലെയാണ് ആക്ട് ചെയ്യുക. ഓക്സലേറ്റ് ഈസ് ഗോയിങ് ടു ബി എ സ്ട്രോങ് ലിഗാൻഡ്. അപ്പോൾ ഓക്സലേറ്റ് സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ഇലക്ട്രോൺസ് പെയർ ചെയ്യപ്പെടും. അപ്പോൾ ഇലക്ട്രോൺ പെയറിങ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ ഫില്ലിംഗ് ഇങ്ങനെയുണ്ടാവും. 1 2 3 4 5 6 ഇതായിരിക്കും ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുക. ഓക്കെ, ഇത് EgT2g. EGയുടെ എനർജി നിങ്ങൾക്കറിയാം, 3/5 ഡെൽറ്റ O ആണ്. ദിസ് ഇസ് 3/5 ഡെൽറ്റ O ആൻഡ് ദിസ് ഇസ് -2/5 ഡെൽറ്റ O. അപ്പോൾ ഇവിടുത്തെ CFSE എത്രയായിരിക്കും വരിക? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് CFSE ഹിയർ? CFSE വിൽ ബി, നമുക്ക് T2gയിൽ മാത്രമേ ഇലക്ട്രോൺ ഉള്ളൂ, 6 എണ്ണം. സോ 6 times -2/5 ഡെൽറ്റ O. 6 times -2/5 ഡെൽറ്റ O. ഇതാണ് നമുക്ക് CFSE കിട്ടുക. അടുത്ത നമുക്ക് എടുക്കാനുള്ളത് CRൻ്റെ കേസാണ്. CR ഓക്സലേറ്റ് 3 times 3-. ക്രോമിയം ഓക്സിഡൈസ് സ്റ്റേറ്റ് ഇവിടെ +3 ആണ്. ക്രോമിയത്തിൻ്റെ +3 ഓക്സിഡൈസ് സ്റ്റേറ്റിലെ കോൺഫിഗറേഷൻ വരിക 3d3 എന്നാണ്. 3d3 എന്ന് പറയുന്ന സമയത്ത് വേറെ ഒന്നും നോക്കാനില്ല. നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. 3 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, 1 2 and 3. ദിസ് ഇസ് Eg ആൻഡ് ദിസ് ഇസ് T2g. എനർജി 3/5 ഡെൽറ്റ O ആൻഡ് ദിസ് ഇസ് -2/5 ഡെൽറ്റ O. അപ്പോൾ ഇവിടുത്തെ CFSE വാല്യൂ എത്രയായിരിക്കും വരിക? CFSE വിൽ ബി, 3 ഇലക്ട്രോൺ ആണ് T2gയിലുള്ളത്, 3 times -2/5 ഡെൽറ്റ O. ഇനി പറയുന്നത് ഒന്നാമത്തെ മോളിക്യൂളിൻ്റെ CFSE എന്ന് പറയുന്നത് രണ്ടാമത്തെ മോളിക്യൂളിൻ്റെ n ടൈംസ് എന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? CFSE ഓഫ് കൊബാൾട്ട് 3+ കോംപ്ലക്സ് ബൈ CFSE ഓഫ് Cr3+ കോംപ്ലക്സ്. ഇത് രണ്ടോടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഈ 2/5 ഡെൽറ്റ O കട്ട് ചെയ്ത് പോകും. ബാക്കി 6/3 എന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. 6/3യുടെ വാല്യൂ 2 എന്നായിരിക്കും വരിക. ഇവിടെ നമ്മുടെ ഇൻറ്റീജർ വാല്യൂ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 2 ആയിരിക്കും.